പ്രൈസ് ദി ലോർഡ്. നമ്മൾ എല്ലാവരും ദൈവവചനം ശ്രവിക്കുന്നവരാണ്, ക്രിസ്തുവിനെ അറിയുന്നവരാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചവരാണ്. ഒരുപക്ഷെ ആർക്കെങ്കിലും പലവിധ വചനത്തെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാകാം, ഡൗട്ട് ഉണ്ടാകാം. അനേക വർഷങ്ങളായി പ്രാർത്ഥനയ്ക്ക് വന്നിട്ടും, ചിലപ്പോൾ 1 വർഷം, 2 വർഷം, 10 വർഷം, അതിൽ കൂടുതൽ ഇങ്ങനെ വർഷങ്ങളായി ദൈവവചനം കേട്ടിട്ടും പ്രാർത്ഥനയ്ക്ക് വന്നിട്ടും അനുഗ്രഹം ഇങ്ങനെ ഒരു തളികയിൽ വെച്ച് നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരും. നമ്മളിങ്ങനെ അനുഗ്രഹത്തെ ഇങ്ങനെ കാണും, മുൻപിൽ ദർശിക്കും. അത് അനുഭവിക്കാൻ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഉടഞ്ഞ് താഴെ വീഴും. നമുക്കത് പല പ്രാവശ്യം പല ആളുകളുടെയും അനുഭവമാണത്. അതായത് ഏതെങ്കിലും വിധത്തിൽ ഭൗതികമോ ആത്മീയമോ ആയിട്ടുള്ള ചില അനുഗ്രഹങ്ങൾ നമ്മുടെ മുൻപിൽ വരും, നമ്മളതിനെ കാണും. നമ്മളിപ്പോൾ അത് സ്വന്തമാക്കുമെന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്നും ചിലപ്പോൾ അത് താഴെ വീണുടയുന്ന ചില അവസ്ഥകൾ, ഒരുപക്ഷെ ജോലിയാകാം, അല്ലെങ്കിൽ സാമ്പത്തികമാകാം, എന്തും ആത്മീയമോ ഭൗതികമോ, ഇങ്ങനെ പല വിധത്തിലുള്ള അനുഗ്രഹം നമ്മുടെ മുൻപിൽ വന്നിട്ടും എന്തുകൊണ്ട് നമുക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് അത് സ്വന്തമാക്കാൻ കഴിയുന്നില്ല, അത് എന്നിൽ നിന്നും ഇങ്ങനെ അകന്നു പോകുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നു. ഇതെന്തുകൊണ്ടാണ്? ഇത് പലരും നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഈ പുതിയ നിയമത്തിലെ യേശു കരുണയുള്ളവനാണ്, എന്നാൽ പഴയ നിയമത്തിലെ യഹോവ അത്ര കരുണയൊന്നും ഇല്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. 2 തരത്തിലുള്ളൊരു നീതിയാണോ ദൈവത്തിന്? ഇദ്ദേഹം എന്നോട് വളരെ തുറന്ന് ചോദിച്ചു, ബ്രദർ എനിക്കിങ്ങനെ ഒരു സംശയമുണ്ട്, ഞാൻ പല യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടു നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്കിതിൻ്റെ ഈ ഒരു ഡൗട്ട് എനിക്ക് ക്ലിയർ ആയിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു ചോദ്യം, അതായത് ചില അനുഗ്രഹങ്ങൾ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ പഴയ നിയമത്തിലിപ്പം നമുക്കറിയാം ഓൾഡ് ടെസ്റ്റമെൻ്റ് ഒരു അനുഗ്രഹത്തിൻ്റെ തലം യഹൂദന്മാരുടെ ഒരു ചിന്താഗതി എങ്ങനെയായിരുന്നു? ദൈവം അനുഗ്രഹിക്കും. ഒരുവൻ്റെ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അവൻ്റെ കൂടെ പൂർണ്ണമായി ദൈവാത്മാവാണ് നടത്തുന്നതെങ്കിൽ അവൻ ഭൗതികമായി എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെടും. ഇതായിരുന്നു യഹൂദ പശ്ചാത്തലത്തിൽ അവർ ചിന്തിച്ചിരുന്നത്. അപ്പോൾ ഈ ദൈവം എന്നാൽ ഒരു ക്രൂരനായ രീതിയാണ്. ഈ ചോദിച്ച വ്യക്തിയും അല്ലെങ്കിൽ പല ആളുകൾ ഇത് ചോദിച്ചിട്ടുണ്ട്, ഈ ഒരാൾ മാത്രമല്ല, പല വ്യക്തികളും ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് നീതിയുള്ള ദൈവമാണോ, അല്ലെങ്കിൽ ദൈവം പുതിയ നിയമത്തിലെ ദൈവമാണോ നീതിയുള്ളത്, പഴയ നിയമത്തിലെ ദൈവമാണോ നീതിയുള്ളത്? ഇങ്ങനെ ഒരു സംശയവും ഒരു സഹോദരൻ ചോദിച്ചു. ഞാൻ പെട്ടെന്ന് എൻ്റെ ചിന്തയിൽ ഓർമ്മ വരുന്നൊരു കാര്യം, എൻ്റെ ഒരു 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ, എൻ്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു സമയം, സാധാരണ പിള്ളേരെക്കാൾ ഇത്തിരി കുസൃതി കൂടുതലുള്ള ഒരാളായതുകൊണ്ട് ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ ഒരു സുഹൃത്തും, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സുഹൃത്ത് മാത്രമല്ല, എൻ്റെ കസിനാണ്, എൻ്റെ അപ്പൻ്റെ പെങ്ങടെ മകനാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി സ്കൂളിലേക്ക് നടന്നു പോകുന്നത്. അപ്പോൾ ഈ നടന്നു പോകുമ്പം ഞങ്ങളുടെ ചർച്ച് കഴിഞ്ഞിട്ടാണ് ഈ സ്കൂളിലേക്ക് പോകുന്ന വഴി, വീടിൻ്റെ തൊട്ടപ്പുറത്ത് ചർച്ചാണ്, അവിടെ നിന്ന് കുറച്ച് വെള്ളാരം കല്ലുകൾ, ഈ മണലിലിടുന്ന വലിയ കല്ലുകളുണ്ടല്ലോ, ഇത് കുറച്ച് വാരിയിട്ട് നടന്നു പോകുന്ന വഴിക്കൊക്കെ ഈ കല്ലൊക്കെ അവിടെ ഇവിടെയൊക്കെ വീക്കും. അപ്പോൾ ഞങ്ങളുടെ അന്നത്തെ ഒരു ഹോബിയാണ് ഇങ്ങനെ കാറിൻ്റെ അടിയിൽ കൂടെ കല്ല് വീക്കുക, ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൻ്റെ അടിയിൽ കൂടെ ടയറിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കല്ല് വീക്കി അപ്പുറത്തേക്ക് എത്തിക്കുക. അപ്പോൾ ചിലപ്പോൾ ടയറുമ്പോൾ തട്ടി തെറിച്ചു പോവും, പക്ഷേ വിദഗ്ധമായി ഞങ്ങൾ ഇതിങ്ങനെ പരിശീലിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ എറിയാൻ പറ്റി. ഒരു ദിവസം ഈ കല്ലുകൾ കുറച്ചുകൂടി വലുതാക്കുമ്പോഴാണ് ഹീറോയിസം കൂടുക. അപ്പോൾ ചെറിയ വെള്ളാരം കല്ല് മാറി അവിടെ ടാറിങ്ങിന് കൊണ്ടുവന്നിട്ടിരിക്കുന്ന വലിയ മെറ്റിൽ ഇതെടുത്ത് വീക്കാൻ തുടങ്ങി. വലിയ ലോറിയൊക്കെ വിദഗ്ധമായി ഞങ്ങൾ വീക്കി. പക്ഷേ പിറ്റേ ദിവസം ഞങ്ങളുടെ അവിടുത്തെ നാട്ടിലെ ഒരു പ്രമാണിയായ ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ പുതിയ അംബാസഡർ കാറ് വന്നപ്പോൾ ഞാൻ ഈ വെള്ളാരങ്കല്ലെടുത്ത് വീക്കി നല്ല വിദഗ്ധമായി അതിൻ്റെ ഡോറിൽ കൊണ്ടു. നല്ലൊരു ഓട്ട വീണ്, അല്ലെങ്കിൽ ഒരു ഹോള് എന്തോ സംഭവിച്ചു. എന്ത് പറ്റിയെന്നൊന്നും നോക്കാൻ നിന്നില്ല, നമ്മൾ വിട്ടടിച്ച് ഓടി പോകുന്ന വഴിയിൽ കിട്ടിയൊരു അന്നത്തെ ഞങ്ങളുടെ നാട്ടിൽ അയിമപ്പച്ച എന്നൊക്കെ പറയും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നൊക്കെ പറയുന്ന സാധനത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുക. ഈ ഡ്രൈവർ ചേട്ടൻ ഓടി വന്ന് ഞങ്ങളെ കണ്ടുപിടിച്ചു. അവിടെ ഉണ്ടായ വടിയും കൊണ്ട് കിട്ടാവുന്ന രീതിയിലൊക്കെ പൊതിരെ തല്ലി, ആവശ്യത്തിലധികം കിട്ടി. തല്ലെന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം കിട്ടി. അതൊക്കെ വാങ്ങി ഞങ്ങൾ സന്തോഷത്തോടെ അങ്ങനെ സ്കൂളിലേക്ക് യാത്രയായി. അപ്പം ഞങ്ങൾ 2 പേരാണ് ഇതിനകത്ത് വിദഗ്ധന്മാർ, ഞാനും എൻ്റെ കൂട്ടുകാരൻ മറ്റേ ചേട്ടനും. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനുണ്ട്, എൻ്റെ സ്വന്തം ചേട്ടൻ. അപ്പോൾ ചേട്ടൻ എൻ്റെ കൂടെ നടക്കുന്നുണ്ട്. പുള്ളി ഇതൊക്കെ കണ്ട് ചിരിച്ച്, കാരണം പുള്ളി ഇതിനകത്ത് പങ്കാളിയല്ല, പുള്ളി ഓടിയില്ല, പുള്ളി അവിടെ തന്നെ കൈ കെട്ടി നിന്നു. അത് കഴിഞ്ഞ് പുള്ളി പിന്നാലെ വന്നു, ഈ അടി കൊള്ളുന്നതൊക്കെ കണ്ടു പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ 2 പേരും പ്ലാൻ ചെയ്തു, ഇവൻ പോയി വീട്ടിൽ പറയും, അപ്പോൾ വീട്ടിൽ നിന്നുള്ള അടി കൂടി കിട്ടും. അപ്പോൾ അതൊരു ന്യായമുള്ള കാര്യമല്ല, കിട്ടാനുള്ളത് കിട്ടി, ഇനി വീട്ടിൽ നിന്നുള്ളത് കിട്ടാൻ പറ്റത്തില്ല. അങ്ങനെ പുള്ളിക്ക് കൈക്കൂലിയൊക്കെ ഓർഡർ ചെയ്ത് പുള്ളിക്ക് മിഠായൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ എവിടെ നിന്നൊക്കെ മിഠായൊക്കെ വാങ്ങി കൊടുത്ത് സെറ്റാക്കി. എൻ്റെ സ്നേഹവാനായ ചേട്ടൻ തിരിച്ചു വന്ന് ആദ്യം എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പനോട് പറഞ്ഞു. കൂട്ടുകാരൻ്റെ അപ്പനാണെങ്കിൽ ഇത്തിരി മോരടനാണ്, ഇത്തിരി ചൂടനാണ്. അദ്ദേഹം നേരെ അവിടെ മുതൽ അവനെയും എന്നെയും തല്ലിയിട്ടാണ് എൻ്റെ വീട് വരെ നടക്കുന്നത്.
അതായത് ഈ അവിടം തുടങ്ങി രണ്ടെണ്ണത്തിനെയും തല്ലിയിട്ട് എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അപ്പൻ ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു. പക്ഷെ അപ്പം വന്നപ്പോൾ അപ്പൻ്റെ അടിയും കിട്ടി. അപ്പോൾ ഒരൊറ്റ കുറ്റം, ഒരു തെറ്റ് ഏത് മാന്യനും അല്ലെങ്കിൽ ഏതൊരു പൊട്ടനും പറ്റുമെന്ന് പറയുന്ന പോലെ ഒരു തെറ്റിന് ആ കാറുകാരൻ്റെ അടി കിട്ടി, ആ അച്ചാച്ചൻ്റെ എൻ്റെ അച്ഛൻ്റെ അടി കിട്ടി, എൻ്റെ അപ്പൻ്റെ അടി കിട്ടി. 3 പേരുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിലധികം പൊതിരെ തല്ല് കിട്ടി. ഞാൻ ആലോചിച്ചു, കർത്താവേ, ഇതൊരു നീതിയുള്ള പരിപാടിയല്ലല്ലോ. എന്ന് ദൈവത്തിനൊന്നും അറിയില്ലെങ്കിലും ഒരു കുറ്റത്തിന് 3 പ്രാവശ്യം ശിക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് യാതൊരു വിധത്തിലും നീതിയില്ല. ഒരു രീതിയിലും നീതിയില്ലാത്ത ഒരു പ്രവൃത്തിയായിട്ട് എനിക്കന്ന് ചിന്തിച്ച ഒരു വിഷയമായിരുന്നു. നമുക്കൊരു വചനം വായിക്കാം. റോമാലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നമ്മളത് വായിക്കുക. റോമാലേഖനം അതിൻ്റെ 3-ാം അധ്യായം 5-ാം വാക്യം. എന്നാൽ നമ്മുടെ അനീതി ദൈവനീതിയെ വെളിപ്പെടുത്തുന്നെങ്കിൽ നാം എന്തു പറയും? മാനുഷികമായ രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നേരെ കോപിക്കുന്ന ദൈവം നീതിയില്ലാത്തവൻ? നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തുന്നെങ്കിൽ നാം എന്ത് പറയും? നിങ്ങളെല്ലാവരും ആ വചനം നിങ്ങളുടെ ബൈബിളിൽ ഒന്ന് ഒരു വായിച്ചു നോക്കണേ. അതായത് ഒന്നുകൂടി വായിച്ചോ, ആ വചനം ഒന്നുകൂടി വായിച്ചോ. എന്നാൽ നമ്മുടെ അനീതി, ഞാൻ മനുഷ്യൻ, ഏതൊരു വ്യക്തിയുടെയും അനീതി ദൈവനീതിയെ വെളിപ്പെടുത്തുന്നതെങ്കിൽ നാം എന്ത് പറയും? എന്താ മനസ്സിലായി? ആർക്കൊക്കെ മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? സൂമിലായിരിക്കുന്നവർക്ക് എല്ലാവരും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമുക്ക് ബൈബിളിനെ കുറിച്ച് നല്ല അഗാധമായ പാണ്ഡിത്യമുള്ളവരാണ്. അതായത് ഞാനൊരു അനീതി ചെയ്തു, അത് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തി, അല്ലെ? അങ്ങനെയല്ല പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എൻ്റെ അനീതി ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തി, അല്ലെങ്കിൽ എനിക്ക് ഏൽക്കേണ്ടി വന്ന ഒരു അനീതി ദൈവനീതിയെ വെളിപ്പെടുത്തി. 3 പ്രാവശ്യം തല്ലുകൊണ്ടിട്ടുള്ള നീതിയൊന്നും എനിക്ക് വേണ്ടാന്ന് ഞാൻ അന്നേ പറഞ്ഞേക്കുന്നതാണ്. ഒരു പ്രാവശ്യമൊക്കെ എനിക്ക് ഒരു മാന്യതയുണ്ട്. ഇനി അതും പോട്ടെ, ഈ പറഞ്ഞ എൻ്റെ കൂടെ നടന്ന് അടികൊണ്ട ചങ്ങാതി ഉണ്ടല്ലോ, ഇങ്ങൊരു വളർന്ന് വലുതായി പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ സെമിനാരിൽ പോയി അച്ഛനായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. അച്ഛനായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എൻ്റെ സ്വന്തം ചേട്ടൻ അച്ഛനായതിൽ എനിക്ക് വലിയ സന്തോഷമാണ്. എൻ്റെ കല്യാണം വന്നപ്പോൾ ഞാൻ ഈ അച്ഛനെ ഒന്ന് വിളിച്ചു എൻ്റെ കല്യാണം നടത്തി തരാനായിട്ട്. ഈ പാവം അച്ഛൻ വന്നിട്ട് എന്നെ മാന്യനായി കരുതുന്ന എൻ്റെ ഭാര്യ വീട്ടുകാരുടെ മുമ്പിൽ ഈ കഥയെ ആദ്യം പറഞ്ഞേ. ഞാനിപ്പോൾ പറഞ്ഞ കഥയില്ലേ, പ്രസംഗത്തിൽ, അങ്ങോട്ട് വേറെ അനേക വചനങ്ങൾ ഈ ബൈബിളിൽ ഉണ്ടായിരുന്നു. ഒരെണ്ണം പോലും പുള്ളിക്ക്, ഒരു കഥ പോലും പുള്ളിക്ക് കിട്ടിയില്ല. എൻ്റെ ഭാര്യ വീട്ടുകാർ ഡെസ്റ്റിൻ, നല്ല പയ്യൻ, മരുമകൻ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ 3ാം ക്ലാസ്സിൽ കാറിന് കല്ലെറിഞ്ഞ കഥയും പറഞ്ഞുകൊണ്ട് ആൾ തുടങ്ങിയത്. ഇൻട്രോ അതായിരുന്നു. അപ്പോൾ തന്നെ ഞാനിങ്ങനെ കല്യാണ ചക്കനായിട്ട് അവിടെ വന്നിട്ട്, വരാട്ടോ, ഇങ്ങോട്ട് വാട്ടോ അങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ട് വല്ലതും പറയാൻ പറ്റില്ലല്ലോ അവിടെ ഇരുന്നിട്ട്. അപ്പം ഇതും കൂടി ചെയ്തതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം 4ാമത്തെ അനീതി, അതായത് 3 പ്രാവശ്യം തല്ലുകൊണ്ടെന്ന് പോട്ടെ, അത് ഞാൻ സഹിച്ചു. 4ാമത് എൻ്റെ കല്യാണത്തിന് ഇതേ കഥ തന്നെ പറഞ്ഞ് അതിനകത്ത് പുള്ളി നല്ല കഥാപാത്രവും ഞാൻ ക്രൂരനും അങ്ങനെയും കൂടി വന്നു. കുറച്ചും കൂടി അങ്ങനെയാണല്ലോ ഇലാബറേറ്റ് ചെയ്ത് പറയുമ്പോൾ, കല്ലെറിയാൻ പ്രേരിപ്പിച്ച ദുഷ്ടനായവൻ ഞാനും, തല്ലുകൊണ്ട് അത് സഹിച്ച എൻ്റെ ചേട്ടനും, അങ്ങനെയും കഥ വന്നു. അപ്പം എനിക്ക് അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു രീതിയിലും നീതിയില്ലാത്തൊരു തരം. എന്നിട്ടാണ് ഞാനിങ്ങനെ ഇരുന്ന് ബൈബിളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഈ വചനം വായിക്കുന്നത്. നമ്മുടെ അനീതി, മനുഷ്യൻ്റെ അനീതി ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തുന്നെങ്കിൽ. അതിൻ്റെ 7ാം വാക്യം കൂടി ഒന്ന് വായിക്കാമോ? 7ാം വാക്യം വായിച്ചാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. എൻ്റെ അസത്യം വഴി ദൈവത്തിൻ്റെ സത്യം അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നെങ്കിൽ. എൻ്റെ അസത്യം ഒന്നുകൂടി വായിച്ചോ. എൻ്റെ അസത്യം വഴി ദൈവത്തിൻ്റെ സത്യം അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ, അതായത് ഞാനൊരു തിന്മ ചെയ്തോ, ഞാൻ എന്തോ ചെയ്തു, എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം അത് വർദ്ധിപ്പിച്ചു. അങ്ങനെയാണോ? എൻ്റെ അസത്യം വഴി ദൈവത്തിൻ്റെ സത്യം അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ എന്നെ പാപി എന്ന് വിളിക്കുന്നതിന്. അതായത് കല്യാണത്തിന് അച്ഛന് കഥ പറയാനായിട്ട് ആ കഥ കിട്ടിയില്ലോ എന്തായാലും, എന്നിട്ടും എന്നെ പാപി എന്ന് വിളിക്കുന്നത് എന്തിന്? അല്ലെങ്കിൽ ആ രീതിയിൽ ഞാനിങ്ങനെ പലപ്പോഴും ഈ വചനം എടുത്ത് പല പ്രാവശ്യം മറച്ചും തിരിച്ചും വായിച്ചു നോക്കിയിട്ട് എനിക്ക് ഇതിൻ്റെ യാതൊരുവിധ വസ്തുതയും എനിക്ക് മനസ്സിലായില്ല. ഇതെന്താ ഇവിടെ അപ്പസ്തോലൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് പൗലോസ് ഇവിടെ പറയുന്ന ആശയം? എന്തായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് യാതൊരു വിധത്തിലും മനസ്സിലായില്ല. നമുക്ക് അതിൻ്റെ 1ാം വാക്യം മുതലൊന്ന് വായിക്കാം. 3:1 മുതൽ ഒന്ന് വായിച്ച് നമ്മളൊന്നുകൂടി ഒന്ന് ചിന്തിച്ചു പോവുക. അങ്ങനെയെങ്കിൽ യഹൂദന് കൂടുതലായി എന്ത് മേന്മയാണ് ഉള്ളത്? പരിച്ഛേദനം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? പല വിധത്തിലും വളരെ പ്രയോജനമുണ്ട്. ഇവിടെ യഹൂദനെ കുറിച്ചാണ് ചിന്താവിഷയം. ആ അധ്യായം തുടങ്ങുന്നത് തന്നെ നമ്മൾ അതിൻ്റെ ഹെഡിങ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ വിശ്വസ്തത, അല്ലേ? ദൈവത്തിൻ്റെ നീതിയും വിശ്വസ്തതയും. അപ്പോൾ ദൈവത്തിനൊരു നീതിയുണ്ട്, ദൈവത്തിനൊരു വിശ്വസ്തതയുണ്ട്. ദൈവത്തിൻ്റെ നീതിയും മനുഷ്യൻ്റെ നീതിയും യാതൊരു വിധത്തിലും ചിലപ്പോൾ നമുക്ക് ഒരുപോലെ നിർത്താൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ നീതി മനുഷ്യന് മനസ്സിലാകത്തില്ല.
പലപ്പോഴും മനുഷ്യൻ ദൈവത്തോട് ചോദിക്കും, ഇതെന്താ ഇങ്ങനെ ഞാൻ ഇത്രയും കാലം പ്രാർത്ഥനയ്ക്ക് എന്തേ അനുഗ്രഹം പ്രാപിക്കാത്ത, ഇതിൻ്റെ വായുടെ മുമ്പേ കൊണ്ടുവന്ന് എന്നിട്ട് കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെ നമ്മൾ എപ്പോഴും ദൈവത്തോട് ഇങ്ങനെ ചോദിക്കും. അവിടെയാണ് അതിൻ്റെ 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ യഹൂദന് എന്തെങ്കിലും മേന്മയുണ്ടോ എന്ന് ചോദിച്ചിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് തുടങ്ങുന്നത് വായിച്ചാലേ നമുക്ക് അതിൻ്റെ ആശയം മനസ്സിലാവത്തുള്ളൂ. ഒന്നുകൂടി വായിക്കാം. അങ്ങനെയെങ്കിൽ യഹൂദന് കൂടുതലായി എന്ത് മേന്മയാണ് ഉള്ളത്? പരിച്ഛേദനം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? പല വിധത്തിലും വളരെ പ്രയോജനമുണ്ട്. അതായത് അപ്പോസ്തലൻ ഇവിടെ ചർച്ചയ്ക്ക് വയ്ക്കുന്ന വിഷയം ഇതാണ്. യഹൂദൻ ദൈവത്തിൻ്റെ ജനതയാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, ദൈവരാജ്യം അവരുടേതാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പസ്തോലന്മാർ അവരിൽ നിന്ന്, പ്രവാചകന്മാർ അവരിൽ നിന്ന്, പഴയ നിയമ പ്രബോധനങ്ങൾ മുഴുവൻ ലഭിച്ചത് അവർക്ക്, നിയമം ലഭിച്ചത് അവർക്ക്, മോശെ അവരിൽ നിന്ന്, ദാവീദ് അവരിൽ നിന്ന്, വംശമുറക്കി ക്രിസ്തുവും അവരിൽ നിന്ന്. അപ്പോൾ യഹൂദന് എന്ത് മേന്മയാണുള്ളത്? ഇതാണ് ചോദ്യം. അപ്പോൾ യഹൂദന് എന്ത് മേന്മയാണ് ഉള്ളത് എന്ന് ചോദിച്ചിട്ട് പല വിധത്തിലുമുണ്ട്. എന്താണ് ആ മേന്മ? ദൈവത്തിൻ്റെ മുഴുവൻ അരുളപ്പാടുകളും ലഭിച്ചത് അവർക്കാണ്. എല്ലാവിധ അരുളപ്പാടുകളും, ദൈവികമായ കൽപ്പനകൾ, മുഴുവൻ കാര്യങ്ങളും ലഭിച്ചത് അവർക്കാണ്. എന്നിട്ട് താഴെ അടുത്ത വാക്യം പറയാണ്, അവരിൽ ചിലർ അവിശ്വസിച്ചതെന്ത്? അവരുടെ അവിശ്വസ്തത ദൈവത്തിന്റെ വിശ്വസ്തതയെ ഇല്ലാതാക്കുമോ? അതായത് ഈ സൂമിൽ നമ്മൾ ഒരു 180 കുടുംബം ഇരിക്കുന്നുണ്ട്. 180 കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ അവിശ്വസ്തത കാണിച്ചാൽ ആ അവിശ്വസ്തത ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് എന്തെങ്കിലും കോട്ട സംഭവിക്കുമോ? ഞാനൊരു പാപം ചെയ്തു, ഞാനൊരു തിന്മ ചെയ്തു, അത് ദൈവത്തിൻ്റെ മഹത്വത്തിനോ ദൈവവുമായിട്ടുള്ള തലത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇത് നേരെ നമ്മൾ എവിടെ കൊണ്ടുപോകണം? ഇസ്രായേൽ, ജെറുസലേം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനത, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. ഈ യാക്കോബിൻ്റെ 12 മക്കൾ, ഇസ്രായേൽ എന്ന രാജ്യം, ആ രാജ്യത്തിൽ വന്ന ദൈവജനം. നമ്മളിങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ജനമാണ് ഇസ്രായേൽ. ഈ ഇസ്രായേൽ പാപം ചെയ്തു, തിന്മ ചെയ്തു. എന്ത് സംഭവിച്ചു? AD 70 ഇസ്രായേൽ പുറത്താക്കപ്പെട്ടു. AD 140 വന്നപ്പോൾ പൂർണ്ണമായി പുറത്താക്കപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് കഷ്ടതയാണ്, ദുരിതമാണ്, മുഴുവൻ പ്രതികൂലങ്ങളാണ്. സ്വന്തമായൊരു രാജ്യമില്ല, ജീവിക്കാൻ അവസ്ഥയില്ല. ലോകം മുഴുവൻ യഹൂദനെ നശിപ്പിക്കുന്ന രീതിയിൽ, അത്രയും മോശമായ രീതിയിൽ യഹൂദനെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നീട് ലോകം മുഴുവൻ നമ്മൾ കാണുന്നത്. നമ്മൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിൻ്റെ സ്വന്തം ജനതയാണ് ഇസ്രായേൽ. എന്നിട്ടും ആ ജനത കഷ്ടം അനുഭവിച്ചു, ആ ജനത പീഡിപ്പിക്കപ്പെട്ടു, ആ ജനത പരാജയപ്പെട്ടു. ഒരു രീതിയിൽ ചിന്തിച്ചാൽ ഇസ്രായേലിൻ്റെ പരാജയം ദൈവത്തിൻ്റെ പരാജയമല്ലേ? ഇസ്രായേലിൻ്റെ പരാജയം ദൈവത്തിൻ്റെ. ഇപ്പോൾ എൻ്റെ മകൻ നാളെ വഴിതെറ്റിപ്പോയാൽ അതൊരു പരിധിവരെ എൻ്റെ പരാജയമാണ്. എൻ്റെ കുടുംബം വഴിതെറ്റിപ്പോയാൽ അതൊരു പരിധിവരെ എൻ്റെ പരാജയമാണ്. എൻ്റെ മിനിസ്ട്രി ഏതെങ്കിലും രീതിയിൽ വഴിതെറ്റിയാൽ അതെൻ്റെ പരാജയം തന്നെയാണ്. കാരണം ഞാൻ ദൈവവചനത്താൽ സ്ഥാപിതമായി നിൽക്കുന്ന ഈ അധികാരത്തിൻ്റെ കീഴിൽ എന്നെ ഒരു ആത്മാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വഴിതെറ്റാതെ നോക്കേണ്ടത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ്. ദൈവം അതിൽ നമ്മളെ ഓരോ വ്യക്തിയിലും നിക്ഷിപ്തമാണ്. സ്വന്തം മക്കൾ വഴിതെറ്റിപ്പോയാൽ മാതാപിതാക്കൾ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇസ്രായേൽ വഴിതെറ്റിപ്പോയി. ഇസ്രായേലിൻ്റെ അവിശ്വസ്തത കാരണം അവർ യേശുവിനെ വിശ്വസിച്ചില്ല. യേശുവിനെ ആരെങ്കിലും വിശ്വസിച്ചോ? പരസ്യ ജീവിതകാലത്ത് 3.5 വർഷക്കാലം യേശു ദൈവമാണെന്ന് വിശ്വസിച്ച ഏതെങ്കിലും ഒരു യഹൂദൻ ഉണ്ടാവുമോ? അപ്പസ്തോലന്മാർ നേരാവണ്ണം വിശ്വസിച്ചിട്ടില്ല. കാര്യം മനസ്സിലായിട്ടില്ല. അവർക്ക് പോലും ദൈവിക സത്യങ്ങൾ കൂടുതലായി പിന്നീടാണ് വെളിപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ദൈവം വന്നത് പോലും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവിശ്വസ്തമായി, അല്ലെങ്കിൽ അവർ പരാജയപ്പെട്ടു. ദൈവമാണ് അബ്രഹാമിനെ വിളിച്ചത്, ഇസ്ഹാക്കിനെ വിളിച്ചത്, യാക്കോബിനെ വിളിച്ചത്, ഗോത്രം തിരിച്ചത്, നിയമം കൊടുത്തത്, കാനാൻ ദേശം കൊടുത്തത്, എല്ലാ അനുഗ്രഹം കൊടുത്തത് ദൈവമാണ്. എന്നിട്ട് ആ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഈ ജനം തന്നെ അവരെ എന്ത് ചെയ്തു? അവഗണിച്ചു. ദൈവത്തെ തന്നെ അവർ അവഗണിച്ചു. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പരാജയമാണോ ഇത്? ഇനി വീണ്ടും യേശുക്രിസ്തു കാൽവരിയിൽ ക്രൂശിതനായതിനു ശേഷം സഭ സ്ഥാപിച്ചു, ക്രൂശിൽ മരിച്ചു, സഭ ഇലാബറേറ്റ് ചെയ്തു, ഭയങ്കര രീതിയിൽ വളർന്നു. പാശ്ചാത്യ സഭ പൗരസ്ത്യ സഭയായിട്ട് ഇത് രണ്ടായിട്ട് വേർതിരിക്കപ്പെട്ടു. 2 രീതിയിൽ ഇത് സ്പ്ലിറ്റായി പോയി. ഇനിയും സഭ പിന്നീടും വളർന്നു വന്നപ്പോൾ 16-ാം നൂറ്റാണ്ട് വന്നപ്പോൾ വലിയൊരു നവോത്ഥാനം വന്ന് പിന്നെയും സഭ എന്ത് ചെയ്തു? സ്പ്ലിറ്റായി, അല്ലേ? പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം വന്നു കഴിഞ്ഞപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് രീതിയിലേക്കുള്ള ഒരു രീതിയിലേക്കും, എന്നാൽ വേറെ രീതിയിൽ, ഇങ്ങനെ ഒരൊറ്റ കർത്താവ് ഒരു കാൽവരി ക്രൂശിൽ മരിച്ച ആ ദൈവം സ്ഥാപിച്ച സഭ ഇന്ന് പലതായി പിളർന്ന് പല വിഭജനങ്ങൾ സംഭവിച്ചു. പല രീതിയിൽ ഇതിന് മാറ്റം വന്നു. പല കാലത്തിലേക്ക്, പല രീതിയിലേക്ക് ഈ സംഭവം മാറിപ്പോയി, അല്ലെങ്കിൽ പിളർന്നു പോയി. അപ്പോഴും നമ്മളൊരു ചോദ്യം ചോദിക്കുക. കർത്താവ് തൻ്റെ ക്രൂശിൽ രക്തം കൊടുത്ത്
സ്ഥാപിച്ച ഈ സഭ പിളർന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ പരാജയമാണോ, അല്ലെങ്കിൽ ദൈവമാണോ അവിടെ പരാജയപ്പെട്ടത്? ഇങ്ങനെ പലവിധ ചിന്തകളാണ് എനിക്ക് ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ വാക്യങ്ങളെല്ലാം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. നമ്മളതിൻ്റെ 3-ാം വാക്യം ഒന്നും കൂടി വായിക്കാം. അവരിൽ ചിലർ അവിശ്വസിച്ചിരുന്നെങ്കിൽ അവരുടെ അവിശ്വസ്തത ദൈവത്തിൻ്റെ വിശ്വസ്തത ഇല്ലാതാക്കുമോ? ഒരിക്കലുമില്ല. എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരായാലും ദൈവം സത്യവാനാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അങ്ങയുടെ വാക്കുകളിൽ അങ്ങ് നീതിമാനെന്ന് തെളിയും, വിചാരണ ചെയ്യുമ്പോൾ അങ്ങ് വിജയിക്കും. വളരെ കൃത്യമായി ദൈവവചനം എഴുതിയിരിക്കുകയാണ്. ചില ആളുകൾ അവിശ്വസിച്ചു, ചിലർ വിശ്വസിച്ചു. ഇങ്ങനെ ആരെങ്കിലും ഒരാൾ അവിശ്വസിക്കുകയും കുറച്ച് പേര് വിശ്വസിക്കുകയും ചെയ്താൽ ഇതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. ദൈവത്തിൻ്റെ മഹത്വം അങ്ങനെ തന്നെ ഉണ്ടാകും. ഇത് പൗലോസ് അപ്പോസ്തലൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നതിൻ്റെ ആശയം നമ്മളൊന്ന് ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാകാൻ സാധിക്കും. ദൈവം ഇസ്രായേലിനെ വിളിച്ചത്, വേർതിരിച്ചത്, ദൈവമഹത്വത്തിലേക്ക് കൊണ്ടുവന്നത്, ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ഒരു ദൈവിക പദ്ധതി മാത്രമായിരുന്നു. അല്ലാതെ ഇസ്രായേൽ മുഴുവൻ രക്ഷ പ്രാപിക്കുമെന്നോ, ഇസ്രായേൽ മുഴുവൻ ദൈവത്തെ അറിയുമെന്നോ, യേശുവിൻ്റെ കൂടെ നിൽക്കുമെന്നോ, യേശുവിൻ്റെ കൂടെ സഞ്ചരിക്കുമെന്നോ, അല്ലെങ്കിൽ യേശുവിനെ ദൈവമായി എല്ലാ ജനവും അംഗീകരിക്കപ്പെടുമെന്നോ യാതൊരു വിധത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനും പദ്ധതിയും തന്നെയാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. അതായത് യേശുക്രിസ്തു ഇസ്രായേലിലാണ് വന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ്? ഞാൻ യഹൂദനാണോ? അല്ല. അപ്പം എന്നിലാണോ അരുളപ്പാട് ലഭിച്ചത്? എനിക്കാണോ പൂർവിക പിതാക്കന്മാർ വെളിപ്പാട് തന്നത്? അല്ലെങ്കിൽ എൻ്റെ പൂർവികർക്കാണോ? അല്ല. എല്ലാ വിധത്തിലും മേന്മ ഇസ്രായേലിനാണ്, യഹൂദനാണ്. എനിക്ക് യാതൊരുവിധ ഭൗതിക ആ തരത്തിലുള്ള മേന്മ അവകാശപ്പെടാനില്ല. എന്നാൽ യഹൂദൻ യേശുവിനെ അവിശ്വസിച്ചത് കൊണ്ട്, യഹൂദൻ യേശുവിനെ സ്വീകരിക്കാത്തത് കൊണ്ട്, യഹൂദൻ യേശുവിനെ കാൽവരിയിൽ ക്രൂശിച്ചത് കൊണ്ട്, യഹൂദൻ യേശുവിനെ ഒറ്റുകൊടുത്തത് കൊണ്ട്, അവനെ ക്രൂശിൽ തറച്ചത് കൊണ്ട് ഇന്ന് രക്ഷ എന്നിലേക്ക് വന്നിരിക്കുന്നു, ഇന്ന് നമ്മുടെ കൂട്ടായ്മയിലേക്ക് വന്നിരിക്കുന്നു, നമ്മുടെ ഓരോ കുടുംബത്തിലേക്കും വന്നിരിക്കുന്നു. ഇനി നമ്മൾ 5-ാം വാക്യം വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാര്യം മനസ്സിലാവും. 5-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ. എന്നാൽ നമ്മുടെ അനീതി എന്ന് പൗലോസ് അപ്പസ്തോലൻ പറയുമ്പോൾ അപ്പസ്തോലനായിരിക്കുന്ന, ഫരിസേയനായി നിൽക്കുന്ന, സന്നദ്ധരിംഗ് സംഘത്തിൽ അംഗമായിരിക്കുന്ന യഹൂദ പശ്ചാത്തലമാണ്. അതാണ് 1, 2, 3 വാക്യങ്ങൾ. യഹൂദൻ എന്തെങ്കിലും മേന്മയുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ടാണ് അപ്പസ്തോലൻ തുടങ്ങുന്നത്. എന്നിട്ട് പറയാണ് എന്നാൽ നമ്മുടെ അനീതി. ഇവിടെ എന്തുകൊണ്ടാണ് അപ്പസ്തോലൻ നമ്മുടെ എന്ന് വെച്ചത്? കാരണം യേശുവിനെ കാൽവരിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും അതിനുശേഷം സഭ സ്ഥാപിക്കപ്പെട്ടപ്പോഴും സഭയുടെ ആദ്യത്തെ പ്രസംഗകരായ അപ്പസ്തോലന്മാരും പിന്നീട് സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ പോലും സഭയെ പീഡിപ്പിക്കാൻ കൂട്ടുനിന്നവനാണ് സാവൂൾ എന്ന ഇന്ന് പുതിയ വ്യക്തിയായി നിൽക്കുന്ന പൗലോസ്. അതുകൊണ്ടാണ് അവിടെ നാം എന്ന കോമൺ ആയിട്ടൊരു വാക്ക് പറഞ്ഞിട്ട് യഹൂദരായിരുന്ന നമ്മളുടെ എല്ലാവരുടെയും അനീതി, നമ്മുടെ അനീതി വായിച്ചോ. എന്നാൽ നമ്മുടെ അനീതി ദൈവനീതിയെ വെളിപ്പെടുത്തുന്നെങ്കിൽ നാം എന്തു പറയും? മാനുഷികമായ രീതി. അതായത് യഹൂദന്റെ അനീതി, യഹൂദൻ യേശുവിനെ ക്രൂശി തറച്ചത്, യഹൂദൻ യേശുവിനെ ഒറ്റുകൊടുത്തത്, യഹൂദൻ യേശുവിനെ റോമൻ അധിനിവേശത്തിന് അല്ലെങ്കിൽ ആ അധികാരത്തിന് വിട്ടുകൊടുത്ത് കാൽവരിയിൽ വരെ എത്തിച്ചത് അവരുടെ അവിശ്വാസം വിജാതീയരുടെ രക്ഷയായി ദൈവത്തിൻ്റെ നീതിയെ ലോകത്ത് പ്രദർശിപ്പിച്ചു. ദൈവത്തിൻ്റെ വൻ നീതിയെ, ഏറ്റവും വലിയൊരു നീതിയെ ലോകത്ത് പ്രദർശിപ്പിച്ചു. അതായത് ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കല്ലെറിഞ്ഞ കഥ ഉണ്ടായിരുന്നല്ല എനിക്കിത് തുടങ്ങാൻ പറ്റി. ഇങ്ങനെ കാര്യം അന്ന് അച്ഛൻ എന്നെക്കുറിച്ച് പ്രസംഗം പറഞ്ഞപ്പോഴും അദ്ദേഹവും ഒരു ഇൻട്രോ കൊടുത്തത് ഞാനന്ന് ചെയ്തു വെച്ച ഒരു അനീതിയാണല്ലോ. അത് നീതിയാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു അനീതി ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇന്നിപ്പോൾ ഈ വചനം പറഞ്ഞപ്പോൾ എനിക്ക് ഈ കഥയൊന്ന്, സ്റ്റോറി ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ പറ്റി. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് യഹൂദന്റെ പൊതുവായ അനീതി സകല വിജാതീയർക്കും മുഴു ലോകത്തിനും രക്ഷയായി മാറി. കാരണം അത് ദൈവത്തിൻ്റെ നീതിയായിരുന്നു. ദൈവത്തിൻ്റെ നീതി ഇങ്ങനെയാണ്. മനുഷ്യൻ നോക്കുമ്പോൾ അനീതിയാണ്, എന്നാൽ ദൈവം നോക്കുമ്പോൾ അത് നീതിയാകാം. ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ, പലപ്പോഴും ഈ അതിൻ്റെ അതേ വാക്യത്തിൻ്റെ തന്നെ 8-ാം വാക്യം ഒന്ന് വായിക്കാമോ? 8-ാം വാക്യം 3:8 ഒന്ന് വായിച്ചോ. അപ്പോൾ നന്മയുണ്ടാകാൻ വേണ്ടി തിന്മ ചെയ്യാമെന്നോ ഞങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുവെന്ന് ഞങ്ങളെപ്പറ്റി ചിലർ ദൂഷണം പറയുന്നുണ്ട്. ഇത് പൗലോസ് അപ്പോസ്തലൻ ഈ യഹൂദന്റെ
അനീതി. യഹൂദൻ യേശുവിനെ കാൽവരിയിൽ ക്രൂശിച്ചത് മുഴു ലോകത്തിൻ്റെയും വിജാതീയരുടെയും സകലരുടെയും രക്ഷയായി മാറി എന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഗ്രഹിച്ചതെന്നറിയാമോ? നന്മയുണ്ടാവാൻ വേണ്ടി തിന്മ ചെയ്യാം. അതായത് ഒരു നന്മ സംഭവിക്കാൻ വേണ്ടി നമുക്കിപ്പോൾ തിന്മ ചെയ്താലും കുഴപ്പമില്ല, ഒരു തിന്മ ചെയ്താലും അത് നാളെ നന്മയായി മാറ്റും ദൈവം എന്ന രീതിയിൽ അപ്പസ്തോലൻ്റെ ഈ വ്യാഖ്യാനത്തെ, അല്ലെങ്കിൽ അപ്പസ്തോലൻ പറഞ്ഞു വെച്ച വചനങ്ങളുടെ ആകെ തുകയെ എടുത്ത് മാറ്റിമറയ്ക്കാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ഉപദേശത്തെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്ന ഒരു വളച്ചൊടിക്കൽ, വചനത്തെ മറ്റു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതി അവിടെ കൊണ്ടുവച്ചു. അതാണ് അപ്പസ്തോലൻ പറയുന്നത്, നന്മയുണ്ടാകാൻ വേണ്ടി തിന്മ ചെയ്യണമെന്നോ ഒരിക്കലുമല്ല, ഞാൻ പഠിപ്പിക്കുന്നത് അതല്ല ഞാൻ പറഞ്ഞു വെച്ചത് എന്ന് വ്യക്തമായിട്ട് പറയുക. പലപ്പോഴും ബൈബിളിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഴയ നിയമത്തിലെ ദൈവം ക്രൂരനായ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും ഭയങ്കര സ്നേഹവാനായ ദൈവവും. ഇപ്പോൾ ഒരാൾ ബൈബിൾ എടുത്തിട്ട് ദാവീദിന് അനേക ഭാര്യമാരുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കും അനേക വിവാഹം കഴിക്കാം എന്നൊരു ക്രിസ്ത്യാനി പറയുകയാണെങ്കിൽ അത് ബൈബിളിൻ്റെ ആശയമാണോ? അത് ക്രിസ്ത്യാനിറ്റിയാണോ? യാതൊരു വിധത്തിലും അല്ല. കാരണം ബൈബിളിൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ പല ക്യാരക്ടേഴ്സും പല വിവാഹങ്ങൾ കഴിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പല രീതിയിൽ അനേക വിവാഹങ്ങൾ കഴിച്ച ആളുകളെ കാണാൻ പറ്റും. ബൈബിളിൻ്റെ വചനം അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ആകെ തുക, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ഓരോ വാക്യങ്ങളും മനസ്സിലാക്കി അതിൻ്റെ മുഴുവനായിട്ടുള്ള ഉപദേശം എന്താണോ അതാണ് ബൈബിളിൻ്റെ ഉപദേശം. ഈ ശ്രദ്ധിക്കുക, ഈ വിവാഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായി യേശു കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തി തന്നെ ചോദിക്കുന്നുണ്ട്, എത്ര വിവാഹം വരെ ആകാം, ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ യേശു വളരെ ക്ലിയർ ആയിട്ടൊരു മറുപടി കൊടുക്കുന്നുണ്ട്. ആദിയിൽ അതങ്ങനെ ആയിരുന്നില്ല. ഒരു പുരുഷന് ഒരു സ്ത്രീ മാത്രമാണ് ദൈവം സ്ഥാപിച്ചത്. മനുഷ്യൻ്റെ ആ മനസ്സ് അത്രത്തോളം ദുഷ്ടമായതുകൊണ്ട് നിങ്ങളുടെ ദുഷ്ട മനസ്സിനെ പ്രതി മോശ നിങ്ങൾക്ക് നൽകിയ കൽപ്പനയാണ്. എന്നാൽ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ദൈവനീതി ഒരു പുരുഷന് ഒരു സ്ത്രീ എന്നുള്ളതാണ്. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ആ പഠനവും എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദിയിൽ ദൈവം ചെയ്തു വെച്ച ആ കാര്യം, ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിനിടയിൽ അനേക മനുഷ്യർ തിന്മ ചെയ്തിട്ടുണ്ട്, അനേക മനുഷ്യർ തോന്നി പോലെ നടന്നിട്ടുണ്ട്. ഇതല്ല ബൈബിളിൻ്റെ പഠനം, ഇതല്ല ബൈബിളിൻ്റെ പ്രബോധനം. ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ആത്മീയ ഉപദേശം അതിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ പരിശോധിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോ വചനത്തെ ചെറിപ്പിക്കുകയെ നമുക്ക് എടുത്തു വെച്ചിട്ട് വ്യാഖ്യാനിച്ചാൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പഠിപ്പിക്കാം. യേശു ക്രിസ്തു ഒരുവനെ കുറുക്ക എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ സ്വീകരിക്കാത്ത, നമ്മളെ അംഗീകരിക്കാത്ത എല്ലാവരെയും കുറുക്ക എന്ന് വിളിക്കാം. എംബറർ എമ്മാനുവലൊക്കെ അങ്ങനെയാണ്. നമ്മൾ 1-2 വചനം പറഞ്ഞാൽ അവർക്ക് സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വാക്ക് കുറുക്ക എന്നായിരിക്കും നമ്മളെ വിളിക്കുന്നത്. യേശു കാലിലെ പൊടി തട്ടിക്കളയാൻ പറഞ്ഞു. അതിൻ്റെ ആശയം മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കും പൊടി തട്ടാം ഏത് രീതിയിലും. ഇങ്ങനെ ശിക്ഷിക്കാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. യേശു ചാട്ടവാറെടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സഭയിലും ചാട്ടവാറെടുക്കാം. നമുക്ക് ദൈവത്തിൻ്റെ ആ വിധി കൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ അധികാരം നമുക്കെടുത്തിട്ട് നമുക്കും വിധി നടത്താം. പക്ഷേ ഇതൊന്നും ബൈബിളിൻ്റെ ആശയമാണോ എന്ന് ചോദിച്ചാൽ യാതൊരു വിധത്തിലും അത് ബൈബിളിൻ്റെ ആശയമല്ല. ബൈബിളിൻ്റെ ആശയം മനസ്സിലാക്കണമെങ്കിൽ അത് വിശുദ്ധ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള മൊത്തത്തിലുള്ള കോർ കണ്ടന്റ് എടുത്താലേ നമുക്ക് ആ ആശയം മനസ്സിലാകത്തുള്ളൂ. അതിനെക്കുറിച്ചാണ് 6-ാം വാക്യം നമ്മളൊന്ന് വായിച്ചാൽ, അല്ല 4-ാം വാക്യം നമ്മളിപ്പോൾ വായിച്ചതിന് 4-ാം വാക്യം ഒന്നുകൂടി വായിക്കാം നമുക്ക്. ഒരിക്കലുമല്ല, എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരായാലും ദൈവം സത്യവാനാണ്. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, അങ്ങയുടെ വാക്കുകളിൽ അങ്ങ് നീതിമാൻ എന്ന് തെളിയും, വിചാരണ ചെയ്യപ്പെടുമ്പോൾ അങ്ങ് വിജയിക്കും. എവിടെയാണ് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നത്? എവിടെയാണ് ദൈവം സത്യവാനാണെന്ന് തിരിച്ചറിയുന്നത്? 2 കാര്യങ്ങളാണ്. ഒന്ന്, ആരെങ്കിലും ഒരാൾ വ്യാജം പറഞ്ഞാൽ ദൈവത്തിൻ്റെ സത്യത്തെ ഇല്ലാതാക്കാൻ സാധിക്കത്തില്ല. ദൈവിക സത്യത്തെ അവിടെ തന്നെ നിലനിൽക്കും, യാതൊരു വിധത്തിലും അതിനെ ഇല്ലാതാക്കാൻ സാധിക്കത്തില്ല. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നത് അങ്ങയുടെ വാക്കുകളിൽ അങ്ങ് നീതിമാൻ എന്ന് തെളിയും, വിചാരണ ചെയ്യുമ്പോൾ അങ്ങ് വിജയിക്കും. അങ്ങയുടെ വാക്കുകളിൽ, ഇപ്പം നേരത്തെ നമ്മൾ എടുത്തൊരു വിഷയം, അതായത് ദാവീദിന് അനേക ഭാര്യമാരുണ്ടായിരുന്നു, അതുകൊണ്ട് അനേക ഭാര്യമാരാകാം എന്നൊരുവൻ വെക്കുകയാണെങ്കിൽ എന്താണ് ദൈവത്തിൻ്റെ നീതി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ വചനം നമ്മൾ എടുത്ത് പരിശോധിക്കണം. തൊട്ട് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യത്തെ എടുത്തിട്ടാണ് റെഫറൻസ് കൊടുക്കുന്നത്. എന്ത് എഴുതപ്പെട്ടിരിക്കുന്നു? അങ്ങയുടെ വാക്കുകളിൽ അങ്ങ് വിശ്വസ്തനെന്ന് തെളിയും. എന്താണ് അവിടുത്തെ വാക്ക്? ദൈവവചനം.
വചനം എവിടം വരെ നോക്കണം? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അതിൻ്റെ ഉപദേശത്തെ എടുത്തിട്ട് വിചാരണ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടും. അതായത് അനേക വിവാഹം കഴിക്കാം എന്നുള്ളതാണോ നീതി, ഒരൊറ്റ ഭാര്യയാകാം എന്നുള്ളതാണോ ദൈവിക നീതി എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദൈവിക നീതി മനസ്സിലാക്കണമെങ്കിൽ ഈ വചനത്തിൻ്റെ മുഴുവൻ ആകെ തുക എടുത്തു നോക്കണം. ഇപ്പം എൻ്റെ മോള് 3 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ 3 വയസ്സുള്ളൊരു കൊച്ച്, അല്ലെങ്കിൽ അവളൊരു 4 വയസ്സ് 5 വയസ്സൊക്കെ ആകുമ്പോൾ അവളൊരു കല്യാണത്തിന് പോവുകയാണെന്ന് വയ്ക്കുക. ഒരു കല്യാണം കാണുന്നു. കല്യാണം കണ്ടപ്പോൾ കൊച്ചിന് കൊള്ളാം, കൗതുകം, നല്ല രസമുണ്ട്, സംഭവം അടിപൊളി. അപ്പോൾ കൊച്ചു പറയാണ്, പപ്പ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് അവൾ എന്നോട് പറയുകയാണ്. അപ്പോൾ ഞാൻ എന്താ അവളോട് പറയുക? മോളെ, പ്രായമാവട്ടെ, നമുക്ക് നല്ലൊരു കൊച്ചിറക്കനെ കാണിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവളിത് പറയുന്ന സാധനം നമ്മൾ വേണമെങ്കിൽ ഒരു റീൽസ് എടുക്കാം, ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ തന്നെ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട്, എടി നീ എന്നാ പറഞ്ഞേ? എനിക്ക് കല്യാണം കഴിക്കണം. ഓക്കെ, കേട്ടു. നമ്മളത് വീഡിയോ ആക്കി നമ്മളത് ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ സ്റ്റാറ്റസോ ഇതൊക്കെ ഇടാം, റീൽസാക്കാം. കാരണം അതൊരു കൗതുകമാണ്. കേൾക്കുന്നവനും ഗ്രഹിക്കുന്നവരും അതെല്ലാം ലൈക്കൊക്കെ അടിക്കും, ഒരു രസമാണ്, കുഴപ്പമില്ല, കൊച്ചങ്ങനെ പറഞ്ഞു, ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഇതേ കാര്യം തന്നെ ഈ കൊച്ച് ഒരു 18 വയസ്സായി കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട്, പപ്പ എനിക്ക് ഇന്ന ആളെ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇവനെ കല്യാണം കഴിച്ച് തരണം എന്ന് പറഞ്ഞാൽ ഞാനത് റീൽസ് ഇടാൻ പോകുന്നില്ല. അപ്പോൾ റീൽസ് ആയിരിക്കില്ല, ചിലപ്പോൾ ചൂരലായിരിക്കും എടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ കൈ കിട്ടുന്ന സാധനം എടുത്ത് തലമണ്ടയ്ക്ക് കാരണം അത് അപ്പോൾ നേരെ തിരിച്ചാ. മൊബൈല് ക്യാമറ ഓൺ ചെയ്ത മൊബൈല് നേരെ ചിലപ്പോൾ തലയ്ക്ക് വീക്കും. കാരണം പ്രായം വ്യത്യാസം വന്നപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസം വന്നു, അവൾ പറയുന്ന കാര്യത്തിൽ ഒരു സീരിയസ്നെസ് വന്നു. എന്നാൽ ഇതേ കുഞ്ഞ് തന്നെ ഒരു 25 വയസ്സ് ഒക്കെ ആയി കഴിഞ്ഞ് പക്വതയാർന്ന് അവളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാവുമ്പോൾ ഞാനപ്പോൾ വിവാഹം ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ കാര്യം നടത്തില്ലെങ്കിൽ, പപ്പേ ഞാനിങ്ങനെ മൂത്ത് നിറച്ച് നിൽക്കുകയുള്ളൂ, ഒരു കല്യാണമൊക്കെ ആലോചിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ വളരെ വിവേകപൂർവ്വം നമ്മൾ അവൾക്ക് പെട്ടെന്നൊരു കല്യാണം ആലോചിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആലോചിക്കും. അപ്പോൾ ഒരേ അപ്പൻ ഒരേ മകൾ, ഒരേ പിതാവ് ഒരേ മകൾ, പക്ഷേ 3 പ്രായത്തിലും അവളോട് ഞാൻ സംസാരിച്ച രീതിയിൽ വേരിയേഷനുണ്ട്, വ്യത്യസ്തതയുണ്ട്. എടുത്ത തീരുമാനത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നമ്മൾ ഇത് വെച്ചിട്ട് നേരെ ബൈബിളിലേക്ക് വരിക. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന രീതി ആ മനുഷ്യൻ്റെ അന്നത്തെ പാപകരമായ ജീവിതത്തിൽ, അതായത് ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ വിഷയം ഏദൻ തോട്ടത്തിലിരിക്കുന്ന ദൈവജനം, ആ ഏദൻ തോട്ടം നഷ്ടപ്പെട്ട് താഴേക്ക് ഇറങ്ങിയിരിക്കുന്ന ആ ദൈവജനം, ആ ഇറങ്ങിപ്പോകുന്ന ദൈവജനം, അതായത് ആദം നഷ്ടപ്പെട്ട ദൈവിക ജ്ഞാനമുണ്ട്. ആ ദൈവിക ജ്ഞാനം നഷ്ടപ്പെട്ട ആദത്തിൽ നിന്നും അടുത്ത തലമുറക്കാരനായ കായൻ ചെയ്യുന്നത് നമുക്കറിയാം, കൊലപാതകമാണ്. പിന്നീട് ഇങ്ങോട്ട് വരുന്ന ലാമേക്ക് ചെയ്യുന്നത് അതിലും വലിയ കൊലപാതകമാണ്. പിന്നെ അങ്ങോട്ട് ദുഷ്ടത നിറഞ്ഞൊരു മനുഷ്യകുലത്തെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. ഇങ്ങനെ ദുഷ്ടത നിറഞ്ഞ ജനത്തോട് ദൈവത്തിന് പെരുമാറുമ്പോൾ ദൈവത്തിന് അവരെ കൊണ്ടുവരുന്നൊരു തലമുണ്ട്, അവരെ മനസ്സിലാക്കി കൊണ്ടുവരുന്നൊരു ആശയമുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അടിമകളെ കാണാൻ പറ്റും, അടിമകൾ. എന്നാൽ പുതിയ നിയമത്തിൽ കാണുമ്പോൾ ഒനേസിമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോ അവിടെ ഉണ്ടായിരുന്ന ഒരു അടിമയെക്കുറിച്ച് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവനെ സഹോദരനെ പോലെ കാണണം, സ്വന്തം രക്തം പോലെ അവനെ കാണണം. ഇതാണ് ന്യൂ ടെസ്റ്റ്മെന്റ് റെവലേഷൻ. അടിമത്തം അല്ലെങ്കിൽ അടിമ വ്യവസ്ഥ, മനുഷ്യനെ അടിമയായി വിൽക്കുന്ന ഒരു വ്യവസ്ഥ വിശുദ്ധ ബൈബിളിലില്ല. കാരണം ആദം എന്ന ഒരൊറ്റ പൊതുപൂർവികനിൽ നിന്നും അനേക ജനത താഴോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അടിമയില്ല, ആ ഒരു രീതിയില്ല, അങ്ങനെ ഒരു വ്യവസ്ഥയേ ഇല്ല താഴോട്ട് വരുമ്പോൾ. അപ്പം ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കത്തുള്ളൂ. പഴയ നിയമത്തിലെ ദൈവം എന്തുകൊണ്ട് ഈ രീതിയിൽ ദൈവജനത്തോട് സംസാരിച്ചു, എന്തുകൊണ്ടാണ് പഴയ നിയമത്തിൽ ദൈവം ആ ജനത്തോട് ഈ കൃത്യമായ കൽപ്പനകൾ കൊടുത്ത് കാർക്കശ്യത്തോടെ കൃത്യമായ രീതിയിൽ അവരെ നടത്തിയത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ ആ നിയമത്തിൻ്റെ വ്യവസ്ഥ തന്നെയാണ്. അത് തന്നെ യേശു പറയുന്നത്, അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം അനേക വിവാഹത്തിന് അല്ലെങ്കിൽ ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ദൈവികമായ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനം, എഴുതപ്പെട്ട വചനത്തിൻ്റെ മുഴുവൻ തുക, അതുകൊണ്ടാണ് വിചാരണ ചെയ്യപ്പെടുമ്പോൾ നമ്മളിപ്പോൾ ഈ വചനമെല്ലാം എന്ത് ചെയ്ത് തുടക്കം മുതൽ ഒടുക്കം വരെ പഴയ നിയമത്തിലെ ചില വചനങ്ങളും അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ യേശുവിൻ്റെ ആശയവും നമ്മളൊന്ന് വിചാരണ ചെയ്തു. രണ്ടിനും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ടാലി ചെയ്ത് നോക്കുമ്പോൾ ദൈവവചനം തന്നെ വിജയിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ നീതി തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്നത്. യാതൊരു വിധത്തിലും ആ നീതിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മറികടക്കാൻ സാധിക്കാത്ത വണ്ണം ദൈവനീതി മുൻപിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ.
ഒന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ. യേശുവേ ആരാധന. ശക്തിയോടെ ഒന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്ന ആരാധന. യേശുവേ ആരാധിക്കുന്നു, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ ആരാധന, ആരാധന. ആമേൻ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ ന്യൂസിലൂടെ, അതായത് പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും, അല്ലെങ്കിൽ എത്ര പ്രായമായാലും ചെറുപ്പക്കാരും എല്ലാവരും കണ്ടൊരു സംഭവമാണ് വേടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ച്. അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ആ ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പം എന്താ സംഭവിച്ചത്? അതുവരെ എനിക്ക് തോന്നുന്നു വേടൻ്റെ പ്രതിഫലം 2 ലക്ഷം രൂപയ്ക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടത്തുന്നതിന് 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, ഈ തലത്തിലായിരുന്നു. ആകെ കുറച്ച് ചെറുപ്പക്കാർ പിള്ളേർക്ക് മാത്രം വേടനെ അറിയാം, വേറെ ആർക്കും അറിയാൻ പാടില്ല. ആകെ 4, 3, 7 മറ്റേ ആ നമ്മളൊക്കെ തന്ത വൈബാണല്ലോ, അപ്പം ആ വൈബ് മാറി. മറ്റേ ആ കാരണവന്മാർക്കൊന്നും വേടനോ അതാരാണ്, മറ്റേ അമ്പും വില്ലൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണോ എന്ന് ചിന്തിക്കുന്ന ഒരു തലമായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? ഈ വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെടുന്നു, കേരള പോലീസ് പിടിക്കുന്നു, അങ്ങനെ റിമാൻഡ് ചെയ്യപ്പെടുന്നു. ഈ കാര്യങ്ങളെല്ലാം വന്നപ്പോൾ പത്രവാർത്തകളിൽ നിറഞ്ഞു. അപ്പാപ്പന്മാർ മുതൽ ചെറുപ്പക്കാർ വരെ ഇദ്ദേഹത്തെ പരിചയമായി. 2 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിയവൻ ഒറ്റ ദിവസം കൊണ്ട് 18 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറഞ്ഞു. ലോകം മുഴുവൻ ആരാധകരായി, യൂട്യൂബ് ചാനൽ ഭയങ്കര ഹൈക്കായി. ഇങ്ങനെ പല രീതിയിൽ ഈ സംഭവത്തിന് ഒരു മാറ്റം വന്നു. ഇങ്ങനെ അത്രയും വലിയ ഒരു തരത്തിലേക്ക് ഈ സംഭവം വന്നു. നമുക്കൊക്കെ ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും, 2 കൈയും ഇല്ല 2 കാലും ഇല്ലാത്തൊരു സുവിശേഷകൻ. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി പെട്ടെന്ന്. നിക്ക്. ഓക്കെ, ഇവിടെ പിള്ളേർ പെട്ടെന്ന് പറഞ്ഞു തന്നു, നിക്ക്. ഓക്കെ, ഒരു ഇംഗ്ലീഷുകാരനാണ്. അതായത് 2 കൈയുമില്ല 2 കാലുമില്ല. ആ 2 കൈയും 2 കാലുമില്ലാത്ത ഈ നിക്ക് ഒരു സുവിശേഷകനാണ്, ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്. അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ലോകം എന്നെ ശ്രദ്ധിക്കുന്നതിൻ്റെ കാരണം, ലോകം എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിൻ്റെ കാരണം എൻ്റെ ലിമിറ്റേഷൻസ് ആണ്, എൻ്റെ കുറവുകളാണ്, എൻ്റെ ബലഹീനതയാണ് ലോകം എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ബലഹീനത അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? അത് സുവിശേഷത്തിൻ്റെ പ്രചരണത്തിന്, ലോകം സുവിശേഷം എത്തിക്കാൻ വേണ്ടി അദ്ദേഹം ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങി. കഴിയുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് ഫോട്ടോ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സൂമിലുള്ളവർക്ക് അത് കാണാൻ പറ്റും. നമ്മളൊന്ന് ആലോചിക്കുക, അതായത് ഈ 2 കൈയും 2 കാലുമില്ലാതെ ഒരു മൈക്ക് കെട്ടിവെച്ച് കൊടുത്ത് ലോകം മുഴുവൻ സുവിശേഷം പറയാൻ കെൽപ്പുള്ള ഈ നിക്കിനെ നോക്കിയിട്ട് ലോകം മുഴുവൻ പറഞ്ഞു, നിന്റെ ജീവിതം പരാജയമാണ്, ദൈവത്തിൻ്റെ ശാപമാണ് നിന്നിൽ കിടക്കുന്നത്, എന്താണ് നിന്നിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് എന്താ നിനക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ പലരും പറഞ്ഞു. പക്ഷേ ലോകത്തെ മാറ്റിമറയ്ക്കാൻ പറ്റുന്ന അനേക വ്യക്തികളെ ക്രിസ്തുവിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന തലത്തിൽ സുവിശേഷം പ്രഘോഷിക്കുന്ന, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകുന്നവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ മോട്ടിവേഷൻ സ്പീക്കറായും സുവിശേഷകനുമായും ദൈവം അയാളെ ഉയർത്തി. അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്, എൻ്റെ ബലഹീനതകൾ, എൻ്റെ കുറവുകൾ ദൈവത്തിന് വേണ്ടി എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എൻ്റെ ബലഹീനത കൊണ്ടാണ്. അതായത് ഒരുപക്ഷെ 2 കൈയും 2 കാലുമുള്ള എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനായി ഞാൻ നിൽക്കുന്നുവെങ്കിൽ എന്നെ ചിലപ്പോൾ ലോകം ശ്രദ്ധിക്കത്തില്ല, ലോകം എന്നെ നോക്കത്തു പോലുമില്ല. പക്ഷെ എൻ്റെ ബലഹീനതയിൽ ലോകം എന്നെ ശ്രദ്ധിക്കുന്നു. ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ തക്കവണ്ണം ഒരു പാത്രമാക്കി ദൈവം എന്നെ മാറ്റിയത് എൻ്റെ ബലഹീനതകളാണ് എന്ന് ഈ വ്യക്തി പറഞ്ഞു. നമ്മളിതെല്ലാം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിയും മനുഷ്യൻ്റെ നീതിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ലോകം പറയും നിനക്ക് നീതിയൊന്നുമില്ല, പക്ഷെ ദൈവം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി അത് ശ്രേഷ്ഠം തന്നെയാണ്. പൗലോസ് അപ്പോസ്തലനെ കാരാഗ്രഹത്തിലേക്ക് വിട്ടു. സുവിശേഷ പ്രഘോഷണം ശക്തമായി പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, അനേക ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ലോകം മുഴുവൻ സുവിശേഷം എത്തുന്ന സമയത്ത് അപ്പോസ്തലൻ കാരാഗ്രഹത്തിലായി. ലോകം നോക്കുമ്പോൾ ഇത് അനീതിയാണ്, പക്ഷെ ദൈവത്തിന് അത് നീതിയാണ്. കാരണം സുവിശേഷം, യേശുവിനെ കുറിച്ചുള്ള പ്രഘോഷണം, വിശ്വാസം, സഭ എല്ലാം രൂപീകരിക്കപ്പെട്ടു, സകലതും നടക്കുന്നു. പക്ഷേ എങ്ങനെയായിരിക്കണം ഒരു അപ്പസ്തോലൻ, എങ്ങനെയായിരിക്കണം ഒരു മൂപ്പൻ, സഭയിൽ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്, സ്ത്രീകൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും തൻ്റെ ലേഖനങ്ങൾ എഴുതുന്നത് അപ്പസ്തോലൻ ജയിലിലിരുന്നു കൊണ്ടാണ്, കാരാഗ്രഹത്തിലിരുന്നു കൊണ്ടാണ്. അപ്പോൾ സഭയ്ക്ക് കാരാഗ്രഹ ലേഖനങ്ങൾ അത്ര ശ്രേഷ്ഠമാണ്. കാരണം അത് സഭയുടെ പിന്നീടുള്ള നടത്തിപ്പിന് വേണ്ടി ദൈവിക നീതിയാണ്. മനുഷ്യൻ നോക്കുമ്പോൾ അപ്പസ്തോലന് ലഭിച്ചത് അനീതിയാണ്, പക്ഷെ ദൈവത്തിൻ്റെ നീതി മനുഷ്യൻ്റെ നീതിയെ അതിശയിപ്പിക്കുന്നതാണ്. അത് നമുക്ക് ഇന്ന് മനസ്സിലാകത്തില്ല. ലോകം പറയും, ഓ എല്ലാം നശിച്ചു, എല്ലാം തകർന്നു,
എല്ലാം തകർന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നതിന് മുൻപ് ലോകം അവനെ വിധി എഴുതും. പല അപ്പസ്തോലന്മാരെ, പല പ്രവാചകന്മാരെ, പല സുവിശേഷകരെ, പല മിനിസ്ട്രികളെ ഇതുപോലെ ലോകം വിധി എഴുതിയിട്ടുണ്ട്. ഇത് മാർട്ടിൻ ലൂതർ ആകട്ടെ, ഏത് വ്യക്തികൾ കർത്താവിൻ്റെ മുൻപിൽ നീതിയോടെ നിന്ന ഏത് വ്യക്തിയും ഇതേ പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം മനുഷ്യൻ്റെ നീതിയും ദൈവത്തിൻ്റെ നീതിയും നമുക്ക് മനസ്സിലാകത്തില്ല പെട്ടെന്ന്. അത് വ്യത്യസ്ത തലത്തിലാണ് കിടക്കുന്നത്. ദൈവം നമ്മുടെ മുൻപിലേക്ക് സമ്പത്താകട്ടെ, അനുഗ്രഹമാകട്ടെ, ഏത് കാര്യം നമ്മുടെ മുൻപിൽ കൊണ്ടുവരുമ്പോഴും ദൈവത്തിനൊരു നീതിയുണ്ട്, ദൈവത്തിനൊരു സമയമുണ്ട്, ദൈവം ആഗ്രഹിക്കുന്നൊരു സമയമുണ്ട്. പലപ്പോഴും നമ്മളിത് തിരിച്ചറിയാതെ, നമ്മൾ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ആ നീതി നമ്മുടെ കൺമുൻപിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലും. കാരണം നമ്മൾ എന്താ ചെയ്യുന്നത്? തിന്മയിൽ നമ്മൾ ഏർപ്പെടും. യാതൊരു വിധത്തിലും ഇത്രയും കാലം വന്നിട്ടും ശരിയായില്ലല്ലോ. ചിലപ്പോൾ ചില അനുഗ്രഹങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തും കർത്താവ്. അബ്രഹാത്തിന് ഇസഹാക്കിനെ കൊടുത്തിട്ട് 13 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാത്തെ പരീക്ഷിച്ചു. എന്താ പരീക്ഷിച്ചേ? അബ്രഹാമേ, നീ നിന്റെ കുഞ്ഞിനെ ബലിയർപ്പിക്കുവിൻ. നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ വ്യവസ്ഥയിൽ മനുഷ്യനെ ദൈവത്തിന് ബലിയർപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, മനുഷ്യനെ ബലിയർപ്പിക്കുന്ന ഒരു തലം ഉണ്ടായിരുന്നു ഒന്ന്. അപ്പോൾ അബ്രഹാം നോക്കുമ്പോൾ ദൈവം തൻ്റെ ദാനമായി തന്ന മകനെ എന്തിനാണ് ബലിയർപ്പിക്കാൻ പറയുന്നത്? അബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളുണ്ടായിരുന്നു. പക്ഷേ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ മലയുടെ മുകളിലേക്ക് നടന്നു പോകുമ്പോഴും ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, ബലി നൽകാനുള്ള വസ്തു എവിടെ? അവിടെയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു അബ്രഹാത്തെ നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത്, അവിടെയാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. അവൻ കൊമ്പുടക്കി കൊടുക്കുന്ന ഒരു ആടിനെടുത്ത് ബലിയർപ്പിക്കാൻ പറ്റി. പലപ്പോഴും ദൈവിക നീതി കുറച്ച് വൈകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസം വൈകി, 2 ദിവസം വൈകി, 3 ദിവസം വൈകി, ഒരാഴ്ച വൈകി, അല്ലെങ്കിൽ ഒരു മാസം വൈകി. അവിടെ ജോലിക്ക് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, എല്ലാം ഓക്കെ. ഇൻ്റർവ്യൂവർ ആ വ്യക്തി പറഞ്ഞു ഓക്കെയാണ്, നിനക്ക് ജോലി ഉറപ്പാണ്. പക്ഷെ ഓഫർ ലെറ്റർ ഇങ്ങോട്ട് വരുന്നില്ല. നമ്മൾ വിദേശത്തേക്ക് ഒരു വിസ വെച്ചു, എല്ലാം ഓക്കെ. പ്രവാചകൻ പ്രവചനം വെച്ചു, ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു, സകല കാര്യങ്ങളും നടക്കുന്നു. പക്ഷെ നടക്കുന്നില്ല, കാലതാമസം. ഇങ്ങനെ വെയിറ്റിംഗ് വെയിറ്റിംഗ് വെയിറ്റിംഗ്. ഏത് കാര്യമെടുത്താലും ദൈവമക്കളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ചെറിയൊരു കാലതാമസം എപ്പോഴും ഉണ്ടാകും. ദൈവമക്കൾക്ക് ഈ കാലതാമസം ദൈവം അനുവദിക്കുന്നത് നീ വിശ്വസ്തനാണോ, ദൈവസന്നിധിയിൽ ഈ വിശ്വസ്തത എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുമ്പോഴാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഡിനോ ബ്രദർ ന്യൂസിലാൻഡിൽ പോകാനായിട്ട് വിസ വന്നു, എല്ലാ കാര്യങ്ങളും റെഡി, ബാങ്ക് ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞു, സകല കാര്യങ്ങളും A to Z കാര്യങ്ങൾ റെഡി. ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ദിവസം ബാങ്കിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ലോണിന് വേണ്ടി ചോദിക്കുമ്പോൾ ബാങ്ക് മാനേജർ പറഞ്ഞു, നിനക്ക് നിൻ്റെ സിബിൽ പ്രശ്നമുള്ളതുകൊണ്ട് നിനക്ക് ലോൺ ലഭിക്കത്തില്ല, നിനക്ക് ലോൺ നൽകാൻ പറ്റത്തില്ല. 13 ലക്ഷം രൂപ വേണം. ഒറ്റ ദിവസമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്, 24 മണിക്കൂറാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. ലോൺ നിഷേധിക്കപ്പെടുമ്പോൾ ഫീസ് അടയ്ക്കേണ്ടതിൻ്റെ 24 മണിക്കൂർ ഗ്യാപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോഴും പ്രവാചകൻ പറയുന്നു, പ്രിയപ്പെട്ട ശിബൂർദർ പറയുന്നു, നീ ന്യൂസിലാൻഡ് രാജ്യത്ത് ചെല്ലും, നീ എത്തും. പ്രിയമുള്ളവർ, ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ വലിയൊരു ആന്തല വന്നേ. അന്ന് ഡിനോ ബ്രദർ യൂത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ, യൂത്തിന് വേണ്ടി സുവിശേഷം പറയുമ്പോൾ ഡിനോ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ദൈവം അബ്രാഹത്തിന് ഇസഹാക്കിനെ വച്ച് നീട്ടി. ഇസഹാക്കിനെ വച്ച് നീട്ടിയതിന് ശേഷം ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, അബ്രാഹാമേ, നീ നിൻ്റെ മകനെ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കുക. കഴിഞ്ഞ കുറേ വർഷത്തെ എൻ്റെ ആഗ്രഹമാണ് ഒരു യൂറോപ്പ് രാജ്യത്തേക്കുള്ളൊരു വിസ. ദൈവം അബ്രാഹത്തിന് ഇസഹാക്കിനെ കൊടുത്ത പോലെ എനിക്ക് ഈ വിസ തന്നു. പക്ഷേ ഇന്ന് കർത്താവ് എന്നോട് പറയുക, ഈ വിസ കർത്താവിന് തിരിച്ചു കൊടുക്കുക, നീ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങുക. ഞാൻ ഇന്ന് സന്തോഷത്തോടെ പൂർണ്ണ സമ്മതത്തോടെ ഈ വിസ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഞാൻ ഇവിടെ സുവിശേഷത്തിനാണ് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, എന്നാലും എൻ്റെ കർത്താവിൽ നിന്ന് ഞാൻ വിട്ടകന്ന് പോകത്തില്ല. പ്രിയമുള്ളവർ, ഇത് പറഞ്ഞ് വെള്ളിയാഴ്ച ഞങ്ങളിത് പറഞ്ഞ് ആരാധന നടത്തി. തികഞ്ഞ കുറച്ച് നിമിഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ പോയിട്ട് പിറ്റേ ദിവസം പല വ്യക്തികളിലൂടെ ദൈവം പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ വൻ അനുഗ്രഹം, വൻ അത്ഭുതം സംഭവിച്ച് പിറ്റേ ദിവസം 12 മണിക്ക് ഞങ്ങൾ പോയി ഫീസ് അടയ്ക്കുമ്പോൾ 13 ലക്ഷം രൂപ ഞങ്ങൾ ഫീസ് അടയ്ക്കുമ്പോൾ ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾ കാണുകയായിരുന്നു. അതായത് ചില അനുഗ്രഹം നമ്മുടെ മുൻപിലേക്ക് ദൈവം വച്ചു നീട്ടുമ്പോൾ നീ അതിൽ അഹങ്കരിക്കരുത്, നീ അതിൽ എന്തോ മേന്മ കാണരുത്. അത് നിൻ്റെ കഴിവാണ്, നിനക്ക് ലഭിച്ചു. ഇങ്ങനെ ഏതെങ്കിലും ഒരു മാനുഷിക തലം അവിടെ വരരുത്. പകരം ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കണം. ഇനി ഒരു കാലതാമസം വരുന്നു, ഒരു അനുഗ്രഹത്തിന് ഒരു ഡിലേ വരുന്നു. ചെറിയൊരു ഡിലേ വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? ദൈവത്തിനെതിരെ ചിന്തിക്കരുത്, ദൈവത്തിനെതിരെ പറയരുത്. കാരണം മനുഷ്യൻ്റെ നീതിയും ദൈവത്തിൻ്റെ നീതിയും വ്യത്യസ്തമാണ്.
യാതൊരു വിധത്തിലും മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. റോമാലേഖനം അതിന് 3-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം വാക്യവും 7-ാം വാക്യവും വായിച്ചിട്ട് ഒരുവന് വേണമെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കാം: തിന്മ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കാം, അതുകൊണ്ട് ഞാൻ തിന്മ ചെയ്യുന്നു. പാപം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കാം, അതുകൊണ്ട് ഞാൻ പാപം. ഇങ്ങനെ വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം. ദൈവവചനം പറയുന്നത് ഇസ്രായേലാകുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ ദൈവം അനുവദിച്ചത് അവരുടെ അവിശ്വാസം നമുക്ക് ദൈവം നീതിയാക്കി മാറ്റി. ഇന്ന് എനിക്കും ഈ സൂമിലിരിക്കുന്നവർക്കും യൂട്യൂബിൽ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ദൈവം ഒരു നീതിയാക്കി മാറ്റി. ഇസ്രായേലിനെ ഒരു ദൃഷ്ടാന്തമാക്കി ദൈവം നിർത്തി. ദൈവം അവിടെ വെച്ചു, ഇസ്രായേലിനെ ഇന്നും വെച്ചു. പക്ഷെ ഇസ്രായേല് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ലോകത്തൊരിക്കലും ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ 1750 വർഷത്തിലധികം, 18 നൂറ്റാണ്ടിലധികം ഒരു രാജ്യം ഇല്ലാതാക്കപ്പെടുമ്പോൾ, ഒരു ഭാഷ ഇല്ലാതാക്കപ്പെടുമ്പോൾ, ഒരു വംശം നശിപ്പിക്കപ്പെട്ടപ്പോഴും അത്രയധികം ആക്രമണങ്ങൾ, ക്രൂരതകൾ, വംശഹത്യകൾ എല്ലാം നേരിട്ടിട്ടും ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദ ജനത വീണ്ടും നിന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വാക്കും ഒരു വാഗ്ദാനവും ഇല്ലാതാകത്തില്ല. അതിന് ചില കാലതാമസമുണ്ടാകാം, ചിലപ്പോൾ ദീർഘമായിട്ട് ചിലപ്പോൾ ഒരു വ്യത്യാസമുണ്ടാകാം, പക്ഷേ അനുഗ്രഹം നമ്മൾ പ്രാപിക്കുക തന്നെ ചെയ്യും. വിശ്വസ്തയോടെ ഒരുവൻ നിൽക്കുകയാണെങ്കിൽ, ദൈവസന്നിധിയിൽ നിൽക്കുകയാണെങ്കിൽ, പലപ്പോഴും നമ്മൾ കർത്താവിനോട് ചോദിക്കും, കർത്താവേ ഇത് നീതിയാണോ? ഇതെന്ത് നീതിയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേ ഒരു പാപത്തിന്, ഒരേ ഒരു തെറ്റിന് 3 പ്രാവശ്യം ശിക്ഷിക്കപ്പെട്ടപ്പോൾ ആ കുഞ്ഞു മനസ്സിൽ എനിക്ക് തോന്നി, ഇത് നീതിയാണോ അനീതിയല്ലേ എന്ന് തോന്നിപ്പോയ അതേ ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഒരുപക്ഷെ ഉണ്ടാകാം. പക്ഷേ മാനുഷിക നീതിയല്ല ദൈവത്തിൻ്റെ നീതി. ദൈവത്തിൻ്റെ നീതി യാതൊരു തരത്തിലും അവൻ്റെ നീതിയെയോ അവൻ്റെ വിശ്വസ്തതയെയോ നമുക്ക് അളക്കാൻ സാധിക്കത്തില്ല. നമ്മളല്ല, മനുഷ്യനല്ല അത് അളക്കേണ്ടത്, മനുഷ്യനല്ല വിധിക്കേണ്ടത്, മനുഷ്യനല്ല ആ വിധി കൽപ്പിക്കേണ്ടത്. സഭ വിഭജിക്കുമ്പോഴും, മിനിസ്ട്രി തകർക്കപ്പെടുമ്പോഴും, മിനിസ്ട്രിയിൽ പ്രതികൂലമുണ്ടാകുമ്പോഴും, ഏത് പ്രശ്നം നിന്റെ മുൻപിൽ വരുമ്പോഴും, എന്തൊക്കെ വരുമ്പോഴും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം: ദൈവത്തിൻ്റെ നീതി എന്നുള്ളത് അത് വെളിപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് സത്യം വെളിവാകത്തുള്ളൂ, സത്യം മനസ്സിലാകത്തുള്ളൂ. അതുവരെ നമ്മൾ വിചാരിക്കും, മാനുഷിക നീതിയുടെ ആ അളവുകോല് വെച്ച്, ആ ഒരു മാനദണ്ഡം വെച്ച്, ആ അളവ് പാത്രം വെച്ച് നമ്മൾ തൂക്കി നോക്കും, അളന്നു നോക്കും. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും? ആ മനുഷ്യനെ വിധിക്കും. ഏതൊരു മനുഷ്യനെയും നമ്മൾ വിധി കൽപ്പിക്കും, ശിക്ഷിക്കും. അവനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ നീതിയും മനുഷ്യൻ്റെ നീതിയും യാതൊരു വിധത്തിലും ഒരേ അളവുകോലിൽ അളക്കുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കത്തില്ല. അത് തികച്ചും വ്യത്യസ്തമാണ്. ദൈവിക നീതി വെളിപ്പെടുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. റോമാലേഖനം 3-ന്റെ 4-ാം വാക്യം കൂടി നമ്മൾ ഒന്നുകൂടി ഒന്ന് വായിച്ച് ഇതൊന്ന് അവസാനിപ്പിക്കുക. 4-ാം വാക്യം ഒന്നുകൂടി വായിച്ചോ. ഒരിക്കലുമല്ല എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരായാലും, എല്ലാ മനുഷ്യരും വ്യാജം പറഞ്ഞാലും, സകലരും നുണ പ്രചരിപ്പിച്ചാലും, എല്ലാവരും തിന്മ പറഞ്ഞാലും, എല്ലാവരും എന്തൊക്കെ വ്യാജം ലോകത്തിന് മുൻപിൽ പറഞ്ഞാലും, ദൈവിക നീതിക്ക് എതിരായി, ദൈവിക നീതിക്ക് തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചാലും, അനേക വിവാഹം കഴിക്കാമെന്നോ, ഏതൊക്കെ പാപം ചെയ്യാമെന്നോ, ഇങ്ങനെ ഏതൊക്കെ അനീതി പറഞ്ഞു വെച്ചാലും ദൈവം സത്യവാനാണ്. സത്യവാനായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ആരാധിക്കുന്ന ദൈവം അവൻ സത്യവാൻ തന്നെയാണ്. എന്നിട്ട് പറയാ, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, അങ്ങയുടെ വാക്കുകളിൽ അങ്ങ് നീതിമാനെന്ന് തെളിയും, വിചാരണ ചെയ്യുമ്പോൾ അങ്ങ് വിജയിക്കും. ദൈവവചനം ഉൽപ്പത്തി മുതൽ വെളിപാട് പുസ്തകം വരെ പൂർണ്ണമായി എടുത്ത് മനസ്സിലാക്കുമ്പോൾ ദൈവിക നീതി വെളിപ്പെടും. ഒരൊറ്റ വചനമെടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ അനീതി ആയിരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു വചനമെടുത്ത് അവനെ കല്ലെറിയുക, അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിക്കുമ്പോൾ അത് ദൈവിക നീതിയല്ല, അത് അനീതിയായിരിക്കും അവിടെ വെളിപ്പെടുന്നത്. എന്നാൽ ദൈവിക നീതി വെളിപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ, ദൈവജനത്തിന് ദൈവം നൽകുന്ന സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണം. ദൈവം നൽകുന്ന കരുതലിനെ നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നമ്മൾ തിരിച്ചറിയണം. ഇസ്രായേൽ ഒരു കാലത്ത് കഷ്ടത അനുഭവിച്ചുവെങ്കിൽ, ഒരു കാലത്ത് പീഡിപ്പിക്കപ്പെട്ടുവെങ്കിൽ, ലോകരാജ്യങ്ങളിൽ 143 രാജ്യങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടുവെങ്കിൽ, വിഭജിക്കപ്പെട്ടുവെങ്കിൽ, ക്രൂശിക്കപ്പെട്ടുവെങ്കിൽ, പീഡിപ്പിക്കപ്പെട്ടുവെങ്കിൽ 1948 ദൈവിക നീതി വെളിപ്പെട്ടു. അത്തിമരം പൂത്തു. ഇസ്രായേൽ തിരിച്ച് തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു വന്നു. അവർക്ക് ദൈവം നൽകിയ സകല വാഗ്ദാനങ്ങളും സകല പ്രവചനങ്ങളും ദൈവം ചെയ്തു. അനുഗ്രഹത്തിലേക്ക്, സമ്പന്നതയിലേക്ക്, ലോകം മുഴുവൻ ഭയക്കുന്ന തരത്തിലേക്ക് ഇസ്രായേലിനെ ദൈവത്തിന് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ അവിടെയാ ദൈവിക നീതി വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ നീതിയും മനുഷ്യൻ്റെ നീതിയും യാതൊരു വിധത്തിലും അത് തുല്യമായി പരിഗണിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കത്തില്ല. കാരണം ദൈവിക നീതി അത് അത്രയും വലുതാണ്.
ഈ ഒരു നീതിയുടെ ബോധം വെച്ചിട്ടായിരിക്കണം നമ്മൾ കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടത്. അപ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മൾ ചെയ്ത പാപങ്ങൾ എത്രത്തോളം വലുതാ. ഈ മാനദണ്ഡം വെച്ച് ഞാൻ എന്നെ തൂക്കി നോക്കുമ്പോൾ എന്റെ ത്രാസ് എങ്ങനെ നിൽക്കുന്നത്? ഞാൻ നീതിമാനായിട്ടാണോ? ഞാൻ പാപിയായിട്ടാണോ? ഞാൻ തിന്മ ചെയ്യുന്നവനാണോ? ഞാൻ ദൈവസന്നിധിയിൽ നീതിമാനോ അനീതിയുള്ളവനോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ഈ ദൈവിക നീതി മാനുഷിക നീതിയുമായി നമുക്ക് യാതൊരു വിധത്തിലും തുലനം ചെയ്യാൻ പറ്റത്തില്ല. കാൽവരിയിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ നോക്കുമ്പോൾ ആ ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ വെച്ചുകൊണ്ട് ദൈവത്തിനൊരു നീതിയുണ്ട്. സകല വിജാതീയരും സകല ജനവും സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നാണ് ആ ദൈവത്തിന്റെ നീതി. ഇന്ന് പാപിയായി കേരളത്തിൽ കിടക്കുന്ന ഈ ഒരു മനുഷ്യൻ വരെ, ഈ ഒരു കുറവുള്ളവൻ വരെ, ബലഹീനതയുള്ളവൻ വരെ രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവത്തിന്റെ നീതി. ആ ദൈവിക നീതി വെച്ച് നോക്കിയാലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ കാൽവരിയിലെ ക്രൂശ് എത്രത്തോളം മനോഹരമാണ്. നമുക്ക് ഒരിക്കലും അർഹതയില്ലാത്ത, യാതൊരു വിധത്തിലും എനിക്കോ ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന അനേക കുടുംബങ്ങൾക്കോ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അനുഭവിക്കുവാനോ സ്വന്തമാക്കുവാനോ യാതൊരു യോഗ്യതയുമില്ലായിരുന്നിട്ടും ആ ദൈവിക നീതി കാൽവരിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ടു. ആ നീതിയുടെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്.